ഹായ് ഗായ്സ്, അങ്ങനെ നമ്മുടെ കയ്യിൽ വിവോ V28 5G വന്നിട്ടുണ്ട്. Y28 5G ആട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഫോൺ പിടിച്ചു നോക്കി. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി അങ്ങനെ വലിയ ഇഷ്യൂസൊന്നുമില്ല. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫോണായിട്ടാണ് നമുക്ക് ഇത് ഓൾറെഡി ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ നമുക്കിതൊരു ബഡ്ജറ്റ് ഫോണായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ ക്യാമറ പമ്പ് കാണാനൊക്കെ അത്യാവശ്യം നല്ല ബെറ്ററാണ്. എന്നാലും ഇത് നമ്മൾ നിലത്ത് ഫേസ് ഡൗൺ ആയിട്ട് ഇങ്ങനെ നിലത്ത് വെച്ച് കഴിയുമ്പം കണ്ടോ ചെറിയൊരു ജിഗിൾസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ വിറയ്ക്കും നിലത്ത് വെച്ച് കഴിയുമ്പോൾ. പിന്നെ അതല്ലാണ്ട് ഇത് കാണുമ്പോൾ അത്യാവശ്യം പ്രീമിയം ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ തൊടുമ്പോൾ നമുക്ക് വെയിറ്റും ഇല്ല. പിന്നെ അത് മാത്രമല്ല പ്രീമിയമായിട്ട് നമുക്ക് പിടിക്കുമ്പോൾ അത്ര ഫീലൊന്നും തോന്നത്തില്ല ഗൈസ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉണ്ട് ഗൈസ്. പിന്നെ ഇതാണ് ഫോൺ. നമുക്ക് അത്യാവശ്യം വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അതല്ലാണ്ട് അത്യാവശ്യം ബെസൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബഡ്ജറ്റിൻ്റെ അത് നമുക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ നമുക്ക് ഈ ഒരു കളറും വരുന്നുണ്ട്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് തന്നെ വായിക്കാം. 3D ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ എന്തോ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ അത്രയ്ക്ക് വലിയ ബെറ്ററാണെന്നും പറയാൻ പറ്റത്തില്ല കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും ഇതും വെച്ച്. വലിയ രീതിക്ക് ഫോക്കസിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഫോക്കസിങ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. നോക്കി, ഫോക്കസിങ് ഒക്കെ അത്യാവശ്യം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയ്ക്ക് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് 5G ആണ്. പിന്നെ ഇതിന് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട് ഗൈസ്. പിന്നെ Type-C ചാർജിങ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം സ്പീക്കർ നമുക്ക് അടിയിൽ മാത്രമേ ഉള്ളൂ, മേളിലില്ല. പിന്നെ നമുക്ക് മേളിലാണ് സിം കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വോളിയം ബട്ടണും പവർ ബട്ടണും അത് ഫിംഗർ പ്രിൻറ്റുമായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് അല്ല ഗൈസ്. ഓക്കെ, സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. ഓൾറെഡി നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് നോക്കാം. 5G പ്രോസസ്സർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. 8GB RAM ഉണ്ട്. പിന്നെ ഇതിൻ്റെ അത് ബാക്കി തന്നെ നിറയെ പക്ഷേ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നിറയെ ആപ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അത് മറ്റേ ഈ പരസ്യവും മറ്റേതും ഇതുണ്ടോ, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ ഇതിൻ്റെ അത് ഓൾറെഡി നമുക്ക് വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ അറിയാം. ആപ്സ് എല്ലാം ആവശ്യമില്ലാണ്ട് ഇതിൻ്റെ അത് ഓൾറെഡി ഇൻസ്റ്റാളായി കിടപ്പുണ്ട്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണെന്ന് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.